മാണി സാറ് മരിച്ചതിന് ശേഷം അവിടെ നടക്കുന്ന ബൈ ഇലക്ഷനിൽ പി ജെ ജോസഫ് സാറ് ജോസ് കെ മാണിയോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ആൾക്കാരുമായിട്ട് ഇടപെടാനായിട്ടുള്ള ആ സമയത്തെ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ ചില സീറ്റുകൾ കോൺഗ്രസ് മനഃപൂർവ്വം തിരിച്ചു മേടിച്ചത്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോട് തിരിച്ചു വിളിച്ചത് കൈച്ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സമയത്ത് വലിയ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള ചില വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തിരിച്ചു മേടിച്ചൊരു സീറ്റാണല്ലോ കാഞ്ഞിരപ്പള്ളി. കേരള കോൺഗ്രസിൻ്റെ രൂപീകരണം തൊട്ട് തന്നെ പുതിയ ഒരു ഗ്രൂപ്പുകൾ ഇങ്ങനെ ഉണ്ടായി വരാനായിട്ടുള്ള ഒരു സാഹചര്യം എപ്പോഴും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ഒരു സാഹചര്യം ഉണ്ടാക്കാനായിട്ട് ഇവിടെ മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, ബോധപൂർവമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. LDF-ന് തിരിച്ചടി ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ഒരു LDF-നെ സംബന്ധിച്ചിടത്തോളം മോശം സിംറ്റമാണ്. അത് പ്രത്യേകിച്ചിട്ടും മാണി കോൺഗ്രസ് കൂടെ നിൽക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. LDF ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ LDF-ന് എതിരായിട്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയുമ്പോഴും ബാക്കി ഒരുപാട് ആരോപണങ്ങൾ വരുമ്പോഴും അതൊന്നും അത്ര വിലപ്പോവാതെ നിന്നതിൻ്റെ കാരണം LDF-ൻ്റെ MLA-മാരിൽ LDF കോൺഫിഡൻ്റ് ആയിരുന്നു. എറണാകുളത്ത് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധേയമായ മറ്റൊരു മത്സരം നടക്കുന്ന കുന്നത്തുനാടാണ്. കുന്നത്തുനാട് കാലങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ ആധിപത്യത്തിലുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ തവണ അവിടെ വലിയ തിരിച്ചടി ഉണ്ടായി. തിരിച്ചടി ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, 2020-യുടെ ആധിപത്യമായിരുന്നു ഈ അവിടെ ഒരു തിരിച്ചടിക്കുണ്ടായ കാരണം. പക്ഷേ ഇത്തവണ ഉള്ളൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 2020 എന്ന് പറയുന്നത് ഒറ്റയ്ക്കല്ല മത്സരിക്കുന്നത്, അവർ NDA-യുടെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്നത്. അതിന് മാത്രമല്ല, ഇപ്പോൾ ശ്രീനിജനുമായിട്ട് പിന്നീട് 2020-യുടെ ഒരു വോട്ടും പാറ്റേൺ ഉണ്ടായ UDF-ലുണ്ടായ സ്പ്ലിറ്റൊക്കെയാണ് അന്ന് ശ്രീനിജന് വിജയം ഉണ്ടാകാനുള്ള കാരണം. പക്ഷേ പിന്നീട് 2020-യും ശ്രീനിജനും തമ്മിലുള്ള വലിയ പോരാട്ടമാണ് നമ്മൾ കണ്ടത്. CPM യഥാർത്ഥത്തിൽ സാബുവായിട്ട് ഉണ്ടാകുന്ന അകൽച്ചയും പിന്നീട് അറിയാം സാബു വെല്ലുവിളിക്കുന്നതും ഒക്കെ അവിടെ ഒരു കൊലപാതകം വരെ നടന്നിട്ടുണ്ട്. അവിടെ വലിയ വിഷയമൊക്കെയാണ്. ഈ 2020-യുടെ ഒരു കാര്യം പറയുമ്പോൾ ഈ കുന്നത്തുനാട് പ്രത്യേകമായിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം അരാഷ്ട്രീയതയും രാഷ്ട്രീയതയും തമ്മിലുണ്ടായിരുന്ന ഒരു മത്സരമായിരുന്നു അവിടെ നടന്നിരുന്നത്. എന്തിൻ്റെ പേരിലാണെങ്കിലും അരാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരിക്കലും അത് സ്വാർത്ഥമായിട്ടും അത് ഒരു ചൂഷണത്തിൻ്റെയും ഭാഗമായിട്ട് വരുന്ന ഒരു സാധനമാണ് അരാഷ്ട്രീയത എന്ന് പറയുന്നത്. അതിന് എതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു ചെറുത്തുനിൽപ്പായിരുന്നു അവിടെ നടന്നിരുന്നത്. അതിൽ ശ്രീനിജൻ വിജയിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് എന്ന് പറയുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ UDF-ന് കിട്ടേണ്ട വോട്ട് സ്പ്ലിറ്റായി പോയി. അത് കുറേയൊക്കെ ചിലപ്പോൾ 2020 സ്ഥാനാർത്ഥി വിജയിച്ചാലോ എന്നുള്ളൊരു തോന്നലൊക്കെ അന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് സ്പ്ലിറ്റായി പോവുകയും ഈ സ്പ്ലിറ്റായി പോയപ്പോൾ ഉണ്ടായ ബാക്കിയുള്ള വോട്ടുണ്ടല്ലോ അതങ്ങനെ തന്നെ ശ്രീനിജന് ലഭിച്ചുകൊണ്ടാണ് ശ്രീനിജൻ കോൺഗ്രസ് ഇപ്രാവശ്യം അവിടെ ഈ 2020-ലേക്ക് പോയിരിക്കുന്ന 2020-യുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന അടിയുറച്ച കുറേ പ്രവർത്തകർ ഈ NDA-യിലേക്ക് പോയതിൻ്റെ പേരിൽ തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട്, മാതൃസംഘടനയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് കോൺഗ്രസിന്, അതിപ്പം സജീന്ദ്രൻ അല്ലായിരുന്നെങ്കിൽ പോലും വേറൊരാളായിരുന്നെങ്കിൽ പോലും അത് കോൺഗ്രസിന് ഗുണം ചെയ്യുന്നൊരു സാഹചര്യം. പക്ഷേ സജീന്ദ്രൻ തന്നെ അവിടെ മത്സരിക്കാൻ എത്തിയതാണ് അതിൻ്റെ ഒരു അതെ ആ ഒരു തിരിച്ചടിക്ക് കൃത്യമായ മറുപടി പറയാൻ വേണ്ടിയിട്ട് പുള്ളി വരുന്നു എന്നുള്ളത്. സജീന്ദ്രനെ കുറിച്ച് പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും പറയാനായിട്ടുള്ള ഒരു ഇതില്ല അവിടെ. പിന്നെ ഗുണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോയ വോട്ടുകൾ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ള ഒരു ഇതാണ് അവിടെ. അത് ശരിക്കും വലിയ രീതിയിൽ ഇത്തവണ അവർക്ക് നേട്ടമാവുന്നതിന് നമ്മളിൽ കാണേണ്ടത്. പിന്നെ നമ്മൾ സംസാരിക്കുമ്പം മറ്റൊരു മണ്ഡലം, എറണാകുളത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴയാണ്. ഈ മൂവാറ്റുപുഴേൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ തവണയാണ് നമ്മുടെ മാത്യു കുഴൽനാടൻ സ്ഥാനാർത്ഥിയായിരുന്നു. അത് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കൊണ്ടിരുന്നതാണ്. ചില സമയത്ത് UDF-ഉം ചില സമയത്ത് LDF-ഉം ഒക്കെ ആയിട്ട് മാറി മറിഞ്ഞൊക്കെ വന്നതാണ്. മൂവാറ്റുപുഴയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂട്ടുണ്ട്. ആദ്യമായിട്ട് താമര അല്ലെങ്കിൽ ഒരു ആമ്പല് വിരിഞ്ഞു എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ് പഴയ. അതൊരു പഴയ ചരിത്രം. അത് നേരിട്ടിട്ട് താമര വിരിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. നേരിട്ട് താമര വേറൊരു രാഷ്ട്രീയ ചരിത്രം കൂടി ഉണ്ടല്ലോ. ഈ മൂവാറ്റുപുഴയിൽ ഇത്തവണ കഴിഞ്ഞ തവണ മാത്യു കുഴൽനാടൻ മത്സരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ അത്ര സുപരിചിതനായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ 5 വർഷക്കാലം നമുക്കറിയാം കേരള നിയമസഭയിൽ പിണറായിക്കെതിരെയും അതുപോലെ തന്നെ ഭരണപക്ഷത്തിനെതിരെയും പലതരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്ത് വളരെ ശ്രദ്ധേയനായ ഒരു യുവ നേതാവാണ് മാത്യു കുഴൽനാടൻ. അപ്പം മാത്യു കുഴൽനാടൻ അവിടെ എത്രത്തോളം മണ്ഡലത്തിൽ എത്രത്തോളം സ്വീകാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ അത്രയും സ്വീകാരനല്ലെങ്കിൽ പോലും കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം
വളരെ വ്യക്തമാക്കിക്കൊണ്ടാണായിരുന്നു ഈ 5 വർഷക്കാലത്തെ അദ്ദേഹത്തിന് നീക്കം എന്ന് പറയുന്നത്. നമുക്കറിയാം പലതരത്തിലുള്ള കരിമണ്ടൽ പോലുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾക്ക് വരികയും അതിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെന്ന് കൂടി നമ്മൾ കാണണം. അടിയും തിരിച്ചടിയും ഒക്കെ നേരിട്ട ഒരു രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. എങ്കിൽ പോലും ഇദ്ദേഹം കേരളത്തിലാകമാനം ഈ പ്രത്യേകിച്ചിട്ടും കോൺഗ്രസ്സുകാർക്കിടയിൽ വലിയ സ്വീകാരനായി മാറുന്ന അത് മാത്രമല്ല, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു യുവ തുർക്കി എന്ന് പറയുന്ന ഒരു പരിവേഷത്തോടു കൂടിയാണ്. അതെ, അതിപ്പോ നമുക്കറിയാം ഏറ്റവും അവസാനം എത്തി നിൽക്കുമ്പോൾ അദ്ദേഹം ഇന്നൊരു സ്ഥാനം പൊട്ടിച്ചിരിക്കുന്ന അത് ശരിക്കും കേരളത്തെ പിടിച്ചു കുലുക്കുന്നതെന്നാണ്. കാരണം എന്തുകൊണ്ടാണ് ഇത്രയും അവസാനത്തേക്ക് വെച്ച് ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് അദ്ദേഹം ഈ ബോംബ് പൊട്ടിച്ചത്. കാരണം നമുക്കറിയാം 2018 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് നമ്മൾ കേരള ജനത ഒരിക്കലും മറക്കാവാത്ത വലിയ കേരളത്തെ പിടിച്ചുലുക്കിയ ഒലച്ചു കളഞ്ഞൊരു സംഭവമായിരുന്നു. പ്രളയം എന്നത് പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ പ്രളയത്തെ നേരിട്ട് അഭിമുഖിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം, അതായത് മനുഷ്യനിർമ്മിതമാണ് ഈ അന്നത്തെ പ്രളയം, 2018 പ്രളയം എന്നുള്ള തരത്തിലുള്ള ചില ആരോപണങ്ങൾ ശരിക്കും കേരള ജനതയെ കേരള മനസാക്ഷിയെ തന്നെ വല്ലാത്ത രീതിയിൽ പിടിച്ചുലയ്ക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വോട്ടായി മാറുമോ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. എങ്കിലും അത് ശരിക്കും വലിയ തിരിച്ചടിക്ക് കാരണമായേക്കാം. അത് ചിലപ്പോൾ പ്രതികൂലമായിട്ട് വരാനായിട്ടുള്ള സാധ്യത തിരുവല്ല മണ്ഡലത്തിലുണ്ട്. രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. ഒന്ന്, ഇതിൻ്റെ അകത്ത് ആരോപണ വിധേയനായിരിക്കുന്ന ആൾ തിരുവല്ല മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. അതെ, അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്താണ് ഈ കാര്യങ്ങളെ കുറിച്ച് വരുന്നത്. രണ്ട്, തിരുവല്ലയിലെ ആൾക്കാർ ഇതിൻ്റെ ഒരു പേടിപ്പെടുത്തുന്ന ആ രാത്രികളെ അഭിമുഖീകരിച്ചിട്ടുള്ള ആൾക്കാരാണ്. തിരുവല്ലയിൽ മാത്രമല്ല, നമ്മൾ നോക്കൂ, ഇപ്പൊ കേരളത്തിന്റെ ഏതാണ്ട് പകുതി ഭാഗം ഈ വെള്ളപ്പൊക്കത്തിന്റെ ഭീകരതയെ നേരിൽ കണ്ടു എന്നുള്ളതാണ്. ഇപ്പം ചാലക്കുടിയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കത്തിന്റെ ദയനീയമായ കാഴ്ചകളാണ് കണ്ടത്. ആലുവയ്ക്ക് ശേഷമുള്ള സ്ഥലങ്ങളെല്ലാം വെള്ളത്തിനടിയിലായിരുന്നു. ആലുവ, പറവൂർ ഭാഗങ്ങളെല്ലാം വെള്ളത്തിനടിയിലായിരുന്നു. നമുക്കറിയാം സജി ചെറിയാൻ നിലവിളിച്ചിട്ടുണ്ട്. അത് സജി ചെറിയാന്റെ ആ നിലവിളിയാണ് ഏറ്റവും വലിയ അന്നത്തെ നിലവിളി. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആളുകളെ പിന്നെയും ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ കുഴൽനാടിന് ഇന്നത്തെ ഈ ബോംബ് സ്ഫോടനം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. കാരണം അത് ഗുണം ചെയ്യുകയോ എന്നല്ല, ദോഷം ചെയ്യില്ല എന്നുള്ളതാണ്. കുഴൽനാടിന് ചിലപ്പം ആ മണ്ഡലത്തിൽ എങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല, പക്ഷെ കേരളത്തിലാകമാനം കേരള ജനതയെ ആകമാനം അത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളൊരു വലിയൊരു വിഷയം കൂടിയുണ്ട്. പല വിഷയങ്ങൾ കൊണ്ടുവരുന്നവരല്ല, ഇത് പൊളിറ്റിക്കലി അല്ല ആളുകൾ ഇതിനെ എടുക്കുക, വൈകാരികമായി എടുക്കും എന്നുള്ളതാണ്. ഇതൊരു ഒരു വലിയ സംഭവമായി മാറാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മൾ നേരെ തിരിച്ച് നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇടുക്കിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം മത്സരം നടക്കുന്നത്. ഇടുക്കി ജില്ലേന്റെ ആകമാനം ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ എല്ലാ കാലത്തും നമുക്കറിയാം UDF അനുകൂലമായൊരു നിലപാടൊക്കെ ഉണ്ടായിരുന്നാണെങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് 2 ഇലക്ഷനിലൊക്കെ നോക്കിയാൽ ഈ UDF ശക്തി ക്ഷയിച്ചു പോകുന്നൊരു കാഴ്ച കണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ഇടുക്കി മണ്ഡലം ഉണ്ടല്ലോ, ഇടുക്കി മണ്ഡലം എന്ന് പറഞ്ഞാൽ കാലങ്ങളായിട്ട് റോഷി അഗസ്റ്റിൻ UDF വേണ്ടി റോഷി അഗസ്റ്റിൻ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ നമ്മൾ UDF വിട്ട് LDF വന്ന റോഷി ആ മണ്ഡലത്തിൽ അതായത് വീണ്ടും അദ്ദേഹത്തിന് തുടർ വിജയം നൽകുന്നു എന്നുള്ളത് കൂടി കാണും. മുന്നണി മാറിയാലും അദ്ദേഹത്തിന് അങ്ങനെ വിജയിച്ച് കണ്ട് നമ്മൾ പിന്നെ എവിടെയാണ്? PJ ജോസഫാണ് LDF UDF നിന്ന്. PJ ജോസഫ് എന്ന് പറഞ്ഞാൽ തൊടുപുഴക്കാർക്ക് ഒരു വികാരമാണ്. തൊടുപുഴ പാലായിൽ മണിസർ എങ്ങനെയാണ് അതുപോലെ ആയിരുന്നു തൊടുപുഴയിൽ. ഒരു തവണ മാത്രമാണ്, 2 തവണ അദ്ദേഹം മാറി. ഒരു തവണ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വേണ്ടി മാറിയിരുന്നു, ഒരു തവണ പരാജയപ്പെട്ടു. അങ്ങനെ ഒരു 10 തവണ തെരഞ്ഞെടുക്കപ്പെട്ടു. അതിൽ 2 തവണ ഒരിക്കൽ മത്സരിച്ചില്ല, പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വേണ്ടി തോറ്റുപോയി അത്തവണ. പിന്നീട് മണ്ഡലത്തിൽ തോറ്റുപോയ ചരിത്രമുണ്ട്. അത് ചേർത്ത് അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത കിട്ടിയ പോലെ തന്നെയാണ് റോഷി യഥാർത്ഥത്തിൽ ഇടുക്കിയിൽ. ശരിക്കും റോഷി പാലക്കാരനാണ്, രാമപുരം. അവിടെ ചെന്ന് അവിടുത്തെ ഒരാളായി മാറി, അവിടുത്തെ യുവതുർക്കിയായി മാറി. അതെ. ഈ ഇടുക്കിയുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഈ കോൺഗ്രസുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു മണ്ഡലം, ഒരു ജില്ലയായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ അതിന് ശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ തവണ പോലും ഒരാൾ പോലും കോൺഗ്രസിൻ്റെ MLA അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. PJ ജോസഫ് മാത്രം UDF പേരിൻ്റെ ലെവലിലൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരിതാണ്. പക്ഷേ ഇത്തവണ ചില മണ്ഡലങ്ങളിലെങ്കിലും അവിടെ ഒരു നല്ല മത്സരം നടക്കുന്നു. അല്ല, പീരുമേട് നല്ല മത്സരം നടക്കുന്നു. വഴൂർ സോമന്റെ മരണത്തിന് ശേഷം അവിടെ CPI അതിശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇല്ലാതെ വരികയും
പിന്നെ കോൺഗ്രസിനാണെങ്കിൽ അത്യാവശ്യം മേൽക്കൈയുള്ള ഒരു സ്ഥലം കൂടിയാണ്. മേൽക്കൈയുള്ളതെന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ വാഴൂർ സോമനോട് തോറ്റുപോയ ശ്രീയേക്ക് തന്നെയാണ് അവിടെ അതെ അതെ വീണ്ടും മത്സരത്തിൽ മത്സരിക്കുന്നത്. വരുന്നു എന്നുള്ളത്. ശ്രീയേക്ക് അന്ന് തന്നെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാനായിട്ട് പറ്റിയ ഒരാളായിരുന്നു. അത് മാത്രമല്ല, പിന്നെ ഒരു 2-3 തവണ വന്നു കഴിയുമ്പോൾ ആൾക്കൊരു ഫേസ് വാല്യൂ ആവുകയാണ്. തീർച്ചയായും മണ്ഡലത്തിലെ ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. ഫേസ് വാല്യൂ വരുന്നുണ്ട്. ഇപ്പൊ പാലായിൽ മാണി സി കാപ്പൻ ജയിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താണ്? മാണി സി കാപ്പൻ എത്രയോ തവണയായിട്ട് കെ എം മാണിയോട് മത്സരിക്കുന്നു, തോൽക്കുന്നു. വീണ്ടും പിന്നെ മാണി സാർ ജയിക്കാനും തോൽക്കാനായി മാണി സി കാപ്പൻ എന്നായിരുന്നു അങ്ങനെ. പക്ഷെ മാണി സാർ മരിക്കുന്നത് വരെ അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അദ്ദേഹം അവിടെ മത്സരിച്ച് ജയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതുപോലെ ഈ വീരുമേടിലും അത്തരത്തിലൊരു മാറ്റം ഉണ്ടാവും. പക്ഷെ നമ്മളിൽ പറയേണ്ടത്, നമ്മളിപ്പം പി ജെ ജോസഫ് സാറ് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നു. അത് എത്രയോ കാലത്തിന് ശേഷം അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി വരുന്നു. അദ്ദേഹത്തിന്റെ മകനാണെങ്കിൽ പോലും ആൾ വേറെയാണ്. അതെ, അതുകൊണ്ട് എന്താവും അവിടുത്തെ ഒരു തൊടുപുഴയിലെ ജനവിധി എന്താവും എന്നതിനെ കുറിച്ച് അതിൻ്റെ അത് 2 കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് കൂലങ്കഷമായിട്ട് സംസാരിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം. തലമുറ മാറ്റം നടന്നു എന്ന് പറയുമ്പോൾ പോലും അതൊരു പിൻഗാമിയെ നിശ്ചയിച്ച് മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. അതൊരു നല്ല മെസ്സേജ് അല്ല. അതൊരു നല്ല മെസ്സേജ് അല്ല. അത് ഞാൻ മാറിയാൽ എൻ്റെ മകൻ വരിക എന്ന് പറയുന്ന ഒരു നല്ല മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ പല സ്ഥലങ്ങളിലും അങ്ങനെ നേതാക്കന്മാരുടെ മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും, ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് പറയാം, ഇപ്പം കെ കരുണാകരന്റെ 2 മക്കളും രാഷ്ട്രീയത്തിൽ വന്നു. മുരളീധരൻ ജയിക്കുകയും തോൽക്കുകയും ചെയ്തു. പക്ഷെ ഒരിക്കൽ പോലും കരുണാകരൻ ഒറ്റ സീറ്റിൽ മത്സരിച്ച് വിജയിച്ച ആളല്ല. അതാണ്. അതുകൊണ്ട് തന്നെ കരുണാകരൻ ഒരിക്കലും തന്റെ പിൻഗാമിയായിട്ട് മുരളീധരന ഈ സ്ഥലം ഇപ്പം മാളയായിരുന്നു ഒരു കാലത്ത്, മാണിക്യം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ കരുണാകരൻ ഒരിക്കലും മുരളീധരനെ മാളയിൽ നിർത്തി ജയിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. മുരളീധരൻ അങ്ങനെ ഒരു സിറ്റിംഗ് സീറ്റ് എന്ന് പറഞ്ഞുണ്ടായില്ല. പല സ്ഥലങ്ങളിലായിട്ട് അങ്ങനെ 2 തവണ വിജയിച്ച സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ വട്ടിയൂർക്കാവ് തന്നെയാണ് അദ്ദേഹം 2 തവണ വിജയിച്ചത്. പിന്നെ കോഴിക്കോട് 2 തവണ പാർലമെന്റിലേക്ക് മത്സരം ജയിച്ചു. ഇതൊഴിച്ചു നിർത്തി അദ്ദേഹത്തിന് തുടർച്ചകൾ പല സ്ഥലത്തും ഉണ്ടായിരുന്നില്ല. കരുണാകരനും അദ്ദേഹത്തിന്റെ മകനും സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ് ചിലപ്പോൾ അത് തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ നോക്കൂ, ഉമ്മൻചാണ്ടി സാറ് പുതുപ്പള്ളി അദ്ദേഹത്തിന്റെ ടെറിട്ടറിയായി വെച്ചു. പാലാ കെ എം മാണി ടെറിട്ടറിയായി വെച്ചു. അതുപോലെ തന്നെ പി ജെ ജോസഫിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ ആർ ബാലകൃഷ്ണപിള്ള കുറെ കാലം കൊട്ടാരക്കര സ്വന്തമായി വെച്ചു. പക്ഷെ കൊട്ടാരക്കരയിലല്ല മകൻ മത്സരിക്കാൻ, പത്തനാപുരത്താണ് മത്സരിക്കുന്നത്. പക്ഷെ പത്തനാപുരം ഒരു കാലത്ത് ആർ ബാലകൃഷ്ണപിള്ളയുടെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു, ആ ഒരു പ്രദേശം എന്ന് പറയാം. അങ്ങനെ ഈ അച്ഛന്റെ പിന്മുറക്കാരനായി വന്ന ആളുകളില് കുറെ ആളുകൾക്കൊക്കെ അങ്ങനെ വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞെങ്കിൽ പോലും പലർക്കും പിന്നീട് കാലിടർന്ന കാഴ്ച നമ്മൾ കണ്ടു. പാലയിൽ ജോസ് കെ മാണി കഴിഞ്ഞ പ്രാവശ്യം തോറ്റതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കോട്ടയത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ പാലയിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഈ പാലായിൽ ഇത്തവണ എന്താണ് പാലായുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും നമ്മൾ പാലായുടെ രാഷ്ട്രീയം, കേരള കോൺഗ്രസ് രാഷ്ട്രീയം, കോൺഗ്രസ് രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, പാലായിൽ ശരിക്കും ഒരു 3 കുടുംബങ്ങളുടെ കഥയാണ് ശരിക്കും ഈ പാലാ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ 3 കുടുംബങ്ങൾ വന്നു കയറിയ കുടുംബമാണ് നമ്മൾ മാണി സാറിൻ്റെ കുടുംബം എന്ന് പറയുന്നത്. അവർ ശരിക്കും അവിടെയുള്ള ആൾക്കാരല്ല. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കടുത്തുരുത്തി മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. പക്ഷേ മാണി സാറ് കോഴ ആരോപണങ്ങളെ നേരിട്ടിരുന്ന സമയത്ത് പോലും കേരളത്തിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, കേരളത്തിലെ പല സ്ഥലങ്ങളിലും മാണി സാർ ഇത്തവണ തോറ്റുപോകും എന്നുള്ള പറച്ചിലുണ്ടാവും. പക്ഷേ അപ്പോഴും പാലായിൽ മാണി സാറിനെ വേണം എന്നുള്ള ഒരു ആവശ്യം അവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. ആ മണ്ഡലത്തിനെ നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ഇത്തവണ ജോസ് കെ മാണി അവിടെ ജയിച്ചു വരാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ആളുകൾക്ക് പെട്ടെന്ന് മടുക്കും. അത് 7.5 വർഷം ആയപ്പോഴേക്ക് തന്നെ ശരിക്കും മാണി സി കാപ്പനോട് ചില വിയോജിപ്പുകളും, പിന്നെ മാത്രമല്ല പാലക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു ചടുലതയൊന്നും മാണി സി കാപ്പന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, ജോസ് കെ മാണി മുന്നണിയിലെത്തിയെങ്കിലും പാല മുന്നണിയിൽ എത്തിയിട്ടില്ല. പാല അപ്പോഴും UDF നിൽക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണമില്ലാതിരിക്കുമ്പോൾ പാലയിൽ ഭരണമില്ലാതെ പാല അധികകാലം മുന്നോട്ട് പോകില്ല. അത് ഈ ചില മലപ്പുറം ജില്ലകളിലെ ചില മണ്ഡലം പോലെയാണ്, ഭരണത്തിന്റെ തണലിലാണ്. 5 വർഷമൊക്കെ ക്ഷമിക്കും. ഇതിപ്പം 10 വർഷമായി ഭരണമില്ലാത്തത്. 7.5 വർഷമായിട്ട് മാണി സി കാപ്പൻ 2 മുന്നണിയിലായിട്ട് MLA ആണെങ്കിൽ പോലും അതിന്റെ ഒരു ഗുണം പാലയിൽ ഉണ്ടായില്ല എന്നുള്ളത്. വേറൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ ജോസ് കെ മാണി പാലായിൽ മത്സരിക്കാൻ വരുമ്പോഴുള്ള ഒരു സിനാരിയോ അല്ല ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലുള്ളത്. അന്ന് മേൽഘടകങ്ങളെല്ലാം
തോളെ കൈയിട്ട് നിൽക്കുമ്പോഴും താഴെ ഘടകങ്ങൾ അണികളാണല്ലോ ശരിക്കും അതെ, അണികൾക്ക് അങ്ങ് യോജിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ബദ്ധവൈരികളായിട്ട് നിന്നവർ നാളെ തൊട്ട് നിങ്ങൾ ചേട്ടനും അനിയനുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്നൊരവസ്ഥ ഇല്ലായിരുന്നു. അല്ല, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ പാലാ നഗരസഭയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടിയാണല്ലോ ഈ കേരള കോൺഗ്രസ് എമ്മിനുണ്ടായത്. അത് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? ശരിക്കും ഈ കേരള കോൺഗ്രസ്സിന് അവിടെ തിരിച്ചടി സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ല, ഭരണം പോയി എന്ന് പറയുന്നത് ഒരു ഇതാണ്, സംഭവമാണ്. പക്ഷേ അതിൻ്റെ അകത്തും പറയുമ്പോൾ ശരിയാണ്, നമ്മളിപ്പോൾ പറയുമ്പോൾ ഭരണം പോയി എന്നുള്ളത് ഓക്കെയാണ്. പക്ഷേ വേണമെങ്കിൽ ജോസ് കെ മാണിക്ക് ഇടപെട്ട് ഭരണം നിലനിർത്താമായിരുന്നു. പക്ഷേ അത് പുള്ളി വേണ്ടാന്ന് വെച്ചത് പുള്ളിയുടെ ഒരു രാഷ്ട്രീയ നിലപാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആ ഒരു ജോസ് കെ മാണിയോടുണ്ടായിരുന്ന CPM-ൻ്റെയും LDF-ൻ്റെ അണികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ഐക്യം ഇത്തവണ ഇല്ല. പ്രത്യേകിച്ച് ഈ മധ്യമേഖല ജാഥ നടത്തുകയും അതിൻ്റെ ക്യാപ്റ്റനായിട്ട് പുള്ളി വരികയും ചെയ്തപ്പോൾ പുള്ളിയെ ഒരു LDF-ൻ്റെ നേതാവായിട്ട് CPM-ഉം CPI-യും കഴിഞ്ഞാൽ മൂന്നാമത്തെ നേതാവായി പുള്ളിയെ അണികൾ മൊത്തത്തിൽ മധ്യ കേരളത്തിൽ അത്തരത്തിലൊരു സ്വീകാര്യത ജോസ് കെ മാണിക്ക് വന്നിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷയുണ്ടോ? അങ്ങനെ ഒരു വിലയിരുത്തൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ജാഥ നടന്നില്ലായിരുന്നു എങ്കിൽ, ഇപ്പോൾ ജാഥ നടന്നതുകൊണ്ടാണ് ജോസ് കെ മാണിക്ക് ഒരു സ്വീകാര്യത വന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജാഥ നടന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ നേതാവായിട്ട് അംഗീകരിക്കാനായിട്ട് CPM-കാരൻ തയ്യാറായില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ ജാഥ നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ആയിരുന്നു ജോസ് കെ മാണിയും സംഘവും, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് തിരിച്ചു വരുന്നു, UDF-ലേക്ക് തിരിച്ചെത്തുന്നു പറഞ്ഞു വലിയ പ്രചരണങ്ങളുണ്ടായി, വലിയ ചർച്ചകൾ നടന്നു, മാധ്യമങ്ങൾ അത് വലിയ ആഘോഷമായി നടന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ജാഥ നടക്കുന്നത്. ഞങ്ങൾ ഒരു കാരണവശാലും UDF-ലേക്ക് തിരിച്ചു വരാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഇത് മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവം നടന്നു. അത് പിന്നീട് ഈ ജാതിയോടുകൂടി അത്ര ചർച്ച അവസാനിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, അത് യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു രാഷ്ട്രീയത്തെ ഏത് തരത്തിലാണ് അത് ബാധിച്ചിരിക്കുന്നത്? ഇത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയത്തിൽ മാത്രമല്ല, മാണി സാറ് മരിച്ചതിന് ശേഷം അവിടെ നടക്കുന്ന ബൈ ഇലക്ഷനിൽ PJ ജോസഫ് സാറ് ജോസ് കെ മാണിയോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് ആൾക്കാരുമായിട്ട് ഇടപെടാനായിട്ടുള്ള ആ സമയത്തെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് അവിടെയൊക്കെ നല്ലപോലെ ആക്ട് ചെയ്യാനായിട്ട് പുള്ളിക്ക് പറ്റി, ജോസ് കെ മാണിക്ക് സാധിച്ചു. ജോസ് കെ മാണിക്കെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം അദ്ദേഹത്തിന് രാഷ്ട്രീയ പക്വതയില്ല. പക്ഷേ അതിനൊക്കെ വലിയ മാറ്റം വന്നു. അതിൻ്റെ അകത്ത് വലിയ മാറ്റം വന്നു. ഇതിൻ്റെ അകത്ത് ഈ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഈ ജോസ് കെ മാണി അങ്ങോട്ട് മാറുന്നു എന്നൊക്കെ ഉള്ളൊരു ഇത് വരുമ്പോൾ പെട്ടെന്ന് തന്നെ വന്നൊരു സാധനമാണ്, സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഹൈ കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോസ് കെ മാണി വേറൊരു ക്യാപ്റ്റനെയും കൂടി കണ്ടെത്തണം എന്ന് പറയുന്നൊരു സംഭവം. അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഈ ജാഥ നടക്കുന്ന 2 ദിവസം പാർലമെൻറ്റ് കൂടുന്നുണ്ടായിരുന്നു. ആ പാർലമെൻറ്റ് കൂടുന്ന സമയത്ത് അവിടെ പോകേണ്ടത് കൊണ്ട് പുള്ളി പറഞ്ഞു, ആ 2 ദിവസം എനിക്ക് നിൽക്കാനായിട്ട് പറ്റില്ല, അപ്പോൾ വേറൊരാളെയും കൂടി കണ്ടെത്തി വെക്കണം, ഞാൻ അവിടെ പാർലമെൻറ്റ് കൂടുമ്പോൾ പുള്ളിക്ക് പോകണം, അപ്പോൾ ആ സമയത്ത് പോകുമ്പോൾ ഇവിടെ നിൽക്കണം എന്നുള്ള. പക്ഷെ അതിനെ വളച്ചൊടിച്ച് വേറെ രീതികളിലേക്ക് വന്നു. അതിൻ്റെ അകത്ത് എനിക്കൊരു വിയോജിപ്പുള്ളത്, ഈ ചർച്ചകൾ ആരംഭിച്ച സമയത്ത് തന്നെ ജോസ് കെ മാണിക്ക് പറയാമായിരുന്നു, ഞങ്ങൾ ഒരിടത്തേക്കുമില്ല, ഞങ്ങൾ ഇവിടെ തന്നെയാണ്. അതെ, അവിടെ ചില അസ്വസ്ഥതകൾ പ്രത്യേകിച്ച് അന്നുണ്ടായൊരു ചർച്ച എന്ന് പറയുന്നത്, ഇപ്പം റോഷി അഗസ്റ്റിൻ ഒരു ഭാഗത്തും മറ്റ് ജോസ് കെ മാണിയും ഒരു 1-2 MLA-മാർ മറുഭാഗത്തും ആയിപ്പോയി. MLA-മാർ ഏറ്റവും കൂടെ റോഷിയുടെ കൂടെ നിന്നു. പിന്നെ മാത്രമല്ല, മന്ത്രി എന്നുള്ള രീതിയിലുള്ള ചില സൗകര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി റോഷി തയ്യാറല്ല. ഭരണ തുടർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും റോഷിക്ക് മന്ത്രിയാവാൻ പറ്റും. ഈ ഒരു സാഹചര്യത്തെ മുൻനിർത്തിയാണ് അദ്ദേഹം ഈ മുന്നണി മാറ്റത്തെ ശക്തമായി എതിർത്ത് എന്നുള്ളൊരു വലിയൊരു ചർച്ചയുണ്ടായിരുന്നു. അത് പോട്ടെ, ഇനി അത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന അർത്ഥമില്ല. പക്ഷേ അത് വന്ന ഒരു സാഹചര്യം, അത് കേരള കോൺഗ്രസ് ആയതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ളൊരു ചർച്ച വന്നത്. കാരണം വളരും തോറും പിന്നെ ഒരു നേതാവ് ഉണ്ടായാൽ അതിന്റെ അപ്പുറത്ത് വേറൊരു നേതാവ്. ഞാൻ ഒരു ഒറ്റ സംശയം ചോദിച്ചോട്ടെ, ഈ ഇലക്ഷനിൽ എന്തെങ്കിലും തരത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും റോഷി ഏറ്റെടുക്കേണ്ടി വരുമോ അതോ ജോസ് കെ മാണി ഏറ്റെടുക്കേണ്ടി വരുമോ? അല്ല, അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ പ്ലാനിങ് കുറവുകൾ സംഭവിച്ചിരിക്കുന്ന പോലെ ഉള്ളൊരു ഇത് വന്നിട്ടുണ്ട്. ഈ റോഷി അഗസ്റ്റിൻ മൈക്ക് മേടിച്ച് ചാടിക്കയറി പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കും എന്ന് പറഞ്ഞ് ഒരു പക്ഷേ
എനിക്കിപ്പോൾ രാജശേഖരൻ്റെ അടുത്ത് എന്തും പറയാനായിട്ടുള്ള, രാജശേഖരനെ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ കണ്ട് എനിക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളപ്പം ഞാൻ പറയും, ചിലപ്പോൾ രാജശേഖരനാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറയുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞതായിരിക്കാം. പക്ഷേ അത് പുറത്തേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് അനൈക്യമുണ്ട് എന്നുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് കേരള കോൺഗ്രസിന്റെ രൂപീകരണം തൊട്ട് തന്നെ പുതിയ ഒരു ഗ്രൂപ്പുകൾ ഇങ്ങനെ ഉണ്ടായി വരാനായിട്ടുള്ള ഒരു സാഹചര്യം എപ്പോഴും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ഒരു സാഹചര്യം ഉണ്ടാക്കാനായിട്ട് ഇവിടെ മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, ബോധപൂർവമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചെന്ന് കയറി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന പോലൊരു വലിയൊരു തിരിച്ചടി കേരള കോൺഗ്രസിന് വരാനായിട്ട് സാധ്യതയില്ല എന്നാണ് എനിക്ക് ഒരു ഫൈനൽ ജോസ് കെ മാണി തിരിച്ചു പിടിക്കും. കാരണം ഈ റോഷി അവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്ന ഷോൺ ജോർജിന് വോട്ട് പിടിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ പോലും ചില ഓളങ്ങൾ ഉണ്ടാക്കാനായിട്ടും കോൺഗ്രസ് വോട്ടുകളെ പിടിച്ചെടുക്കാനായിട്ടും പറ്റുന്നൊരു സാഹചര്യം അവിടെയുണ്ട്. ഈ നമ്മൾ പരിശോധിക്കുമ്പോൾ മധ്യ കേരളത്തിൽ ഏറ്റവും, അതായത് UDF വലിയ മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു ജില്ലയാണ് കോട്ടയം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കോട്ടയം ജില്ലയിലെ ചില മണ്ഡലങ്ങളെ കുറിച്ച് സംസാരിച്ചത്. നമ്മൾ പാല മാത്രമല്ലല്ലോ, 5 സീറ്റിൽ വിജയിക്കാൻ വേണ്ടിയൊക്കെ കഴിഞ്ഞ കേരള കോൺഗ്രസ്, അതിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് നമ്മൾ കോട്ടയം ജില്ലയിലാണ്. ചങ്ങനാശ്ശേരിയിൽ എന്ത് സംഭവിക്കും? കാരണം ചങ്ങനാശ്ശേരി 2 കേരള കോൺഗ്രസ്സുകാർക്ക് അത്യാവശ്യം മേൽവിലാസമുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ UDFനും നല്ല മേൽക്കൈയുള്ളത്. ഇപ്പം ചങ്ങനാശ്ശേരി തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വാശിയേറിയൊരു സംഭവമാണ്. എന്ത് സംഭവിക്കും ചങ്ങനാശ്ശേരിയിൽ? ചങ്ങനാശ്ശേരിയിൽ പ്രത്യേകിച്ചൊരു മാറ്റം ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യത ഇപ്പോഴത്തെ ഒരു, പിന്നെ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ആദ്യം ഇത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കൊഴുനാളിൽ നിന്ന് പൊട്ടിച്ച ഒരു ബോംബ് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. അപ്പം നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ MLA തന്നെ തുടരുവാനായിട്ടുള്ളൊരു സാഹചര്യമാണ് ഉള്ളത്. ഒന്ന്, LDF ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ LDFന് എതിരായിട്ട് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയുമ്പോഴും ബാക്കി ഒരുപാട് ആരോപണങ്ങൾ വരുമ്പോഴും അതൊന്നും അത്ര വിലപ്പോവാതെ നിന്നതിൻ്റെ കാരണം LDFൻ്റെ MLAമാരിൽ LDF കോൺഫിഡൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാഞ്ഞിരപ്പള്ളിയിലും അത് തന്നെ സംഭവിക്കും. കാഞ്ഞിരപ്പള്ളിയിലും അത് തന്നെ ജയരാജൻ സാർ തന്നെ ജയിച്ചു വരാനായിട്ടുള്ളൊരു സാധ്യത. പക്ഷേ ഈ നമുക്കറിയാം, ഈ ചില സീറ്റുകൾ കോൺഗ്രസ് മനഃപൂർവ്വം തിരിച്ചു മേടിച്ചത്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോട് തിരിച്ചു വിളിച്ചത് കൈച്ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സമയത്ത് വലിയ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള ചില വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തിരിച്ചു മേടിച്ചൊരു സീറ്റാണല്ലോ കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി തിരിച്ചു മേടിച്ചു, അതുപോലെ തന്നെ ഏറ്റുമാനൂർ തിരിച്ചു മേടിച്ചു. പക്ഷേ പ്രതീക്ഷിച്ച സ്ഥാനാർത്ഥികളല്ല അവിടെ വന്നതെന്നുള്ളത് കോൺഗ്രസിന്. ഏറ്റുമാനൂരിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റുമാനൂർ സീറ്റ് തിരിച്ച് മേടിച്ചു എന്നുള്ളത് ഓക്കെ. പക്ഷേ അവിടെ വാഴക്കനെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയും പോസ്റ്ററും ഫ്ലെക്സും വരെ അടിക്കുകയും ചെയ്തതിന് ശേഷമാണ് ചാട്ടം സുരേഷിനെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കുന്നത്. അപ്പം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു നേതാവിനെ അല്ലെങ്കിൽ നമ്മളൊരു സാധനം എടുക്കുന്ന സമയത്ത് രാഷ്ട്രീയമുള്ളവർക്ക് രാഷ്ട്രീയം ഓക്കെ, അവൻ്റെ രാഷ്ട്രീയം എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും മാറാൻ പോകുന്നില്ല. രാഷ്ട്രീയം ഇല്ലാത്ത സാഹചര്യങ്ങൾക്കനുസരിച്ച് വോട്ട് ചെയ്യുന്ന ഒരു വലിയൊരു സമൂഹം ഉള്ളതുകൊണ്ടാണ് ഈ 5 വർഷം കൂടുമ്പോൾ ഇവിടെ ഇലക്ഷൻ മാറ്റം വന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു പറ്റം ആൾക്കാരുടെ ഉള്ളിലേക്ക് ഇവന്മാർ ഇത് എന്ത് തേങ്ങയാണ് ഈ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടാവും. VN വാസവൻ 2ാം തവണയാണ് ഏറ്റുമാനൂരിൽ മത്സരിക്കുന്നത്. VN വാസവന് എന്തെങ്കിലും തട്ടുകേട് സംഭവിക്കുമോ? അല്ലെങ്കിൽ VN വാസവൻ മത്സരിക്കുന്ന ഏറ്റുമാനൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈഴവ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും വോട്ടിംഗ് ശതമാനമുള്ള സ്ഥലമാണ്, ഏറ്റവും നല്ല മെജോറിറ്റി ഉള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് വാസവനോട് അവർക്ക് കുറച്ചും കൂടി താല്പര്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ VN വാസവൻ എന്തെങ്കിലും സംഭവിക്കുമോ? അല്ലെങ്കിൽ പൊളിറ്റിക്കലി VN വാസവൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ CPM ഏറ്റവും ശക്തനായ ഒരു സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? അല്ലെങ്കിൽ ഒരു തിരിച്ചടിക്കുള്ള ഒരു സാധ്യതയുണ്ടോ ഏറ്റുമാനൂർ? ഏറ്റുമാനൂർ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ട്, ഏറ്റുമാനൂർ മണ്ഡലം ഒരു സമയത്ത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള, പിന്നെ സുരേഷ് കുറുപ്പ് തിരിച്ചു പിടിച്ചു. പിന്നീട് 2008 തൊട്ട് തുടർച്ചയായിട്ട് ഇങ്ങോട്ട് LDFന് ജയിച്ചു വരാൻ പറ്റുന്നൊരു മണ്ഡലമാണ്. കാരണം അതിനോട് ചേർന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു, നമ്മുടെ കുമരകത്തിൻ്റെ ഭാഗങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്തു. അവിടെ ഉള്ള ഒരു പ്രശ്നം, ഒരു കാരണവശാലും തോറ്റുപോകാൻ പാടില്ലാത്ത എന്ന് അടിവരയിട്ട് പറയുന്നത് അത്രയും ഉറച്ച കമ്മ്യൂണിസ്റ്റ് വോട്ടുകളുള്ള കുമരകം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ തോറ്റുപോയി എന്നുള്ളതാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും ബാക്കി മുനിസിപ്പാലിറ്റിയിൽ സംഭവിച്ചിരിക്കുന്നു, പഞ്ചായത്തുകളിൽ സംഭവിച്ചിരിക്കുന്നത്, കോട്ടയം ജില്ലയിൽ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് വന്നിട്ടുള്ളത്. LDFന് തിരിച്ചടി ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ഒരു
LDF-നെ സംബന്ധിച്ചിടത്തോളം മോശം സിംറ്റമാണ് അത്. അതെ, പ്രത്യേകിച്ചിട്ടും മാണി കോൺഗ്രസ് കൂടെ നിൽക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആഴത്തിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതിനുള്ള സമയമൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. അതിനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ഇതാണ്. പിന്നെ ആഴത്തിൽ പഠിക്കാനായിട്ട് ആരാണ് പഠിക്കേണ്ടത്? അതാണ് അവിടുത്തെ ഒരു വലിയൊരു പ്രശ്നം ഉള്ളത്. ഈ വാസഞ്ചാൻ ശരിക്കും പറഞ്ഞ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. സുരേഷ് കുറുപ്പ് തുടങ്ങി വെച്ച പല പ്രവൃത്തികളും പൂർത്തീകരിക്കാൻ പറ്റി. അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റി. അവിടെ ഒരു പാലം വർഷങ്ങളായിട്ട് മുടങ്ങി കിടന്ന പാലം, ഞാനൊരു കമ്പനിപ്പടി എങ്ങാണ്ടാണെന്ന് തോന്നുന്നത് അതിൻ്റെ പേര്, അവിടെ ഒരു പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിച്ചു. അതുകൂടാതെ കൊണ്ട് ഏറ്റുമാനൂരിലെയും അതിരമ്പുഴ പഞ്ചായത്ത്, തൊട്ടടുത്ത അതിരമ്പുഴ പഞ്ചായത്തിലേക്കും കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് തന്നെ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ റോഡുകളുടെ നവീകരണം, റോഡുകൾ അവിടെ ആ ഏറ്റുമാനൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ശബരിമലയും ഗുരുവായൂരും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന ഇടത്താവളമാണ്. തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ വരുന്നൊരു സ്ഥലമാണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഉത്സവങ്ങളിലൊന്ന് ഏറ്റുമാനൂർ ഉത്സവമാണ്. അപ്പോൾ ഒരു തീർത്ഥാടന ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടും കൂടി അത്തരത്തിലും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം അവിടെ നടത്തിയിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളിൽ എല്ലാം ഓക്കെയാണ്. ഈ പറഞ്ഞ പോലെ സാമുദായിക സമവാക്യങ്ങളും ഓക്കെ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നാണ് തോന്നുന്നത്.